ബംഗളൂരുവിലെ പ്രശസ്ത റൗഡി നേതാവ് ലേഡി ഡോൺ എന്നറിയപ്പെടുന്ന യശസ്വിനി ഗൗഡ ഇൻസ്പെക്ടർ പാപ്പണ്ണയ്ക്കെതിരെ ബംഗളൂരു കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകി. ഗൗഡയുടെ പരാതി പ്രകാരം പാപ്പണ്ണ നിരന്തരം അവളെ ഫോൺ വിളിച്ച് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ഫോണിൽ സന്ദേശമയച്ച് ശല്യപ്പെടുത്തുകയും പതിവാണെന്നും പറയുന്നു. യശസ്വിനി ഗൗഡ തന്റെ പരാതി കമ്മീഷണറുടെ ഓഫീസിൽ സമർപ്പിച്ച് ചാറ്റ് റെക്കോർഡുകളും സന്ദേശങ്ങളും തെളിവായി സമർപ്പിച്ചിട്ടുണ്ട്. ഇൻസ്പെക്ടർ അവളോട് പാപ്പണ്ണ സാർ എന്നതിനു പകരം പാപ്പു എന്ന് വിളിക്കാൻ പറയുന്നതും ഓഡിയോ ക്ലിപ്പിലുണ്ട്. ഇൻസ്പെക്ടർ യശസ്വിനിയെ യശു, ബേബി എന്നും വിളിക്കുകയും വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഐ ലവ് യു, യു ആർ വെരി സെക്സി തുടങ്ങിയ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള അശ്ലീലവും അനുചിതമായ സന്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ തനിക്ക് അയച്ചതായി പരാതിയിൽ പറയുന്നു. 2016 ബസവനഗുഡി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് പപ്പണ്ണ യശസ്വിനിയെ ഒരു അന്വേഷണത്തിനായി വിളിച്ചു വരുത്തി നമ്പർ വാങ്ങി. 2017 ഫെബ്രുവരി മുതൽ അശ്ലീല സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. ഇൻസ്പെക്ടർ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ടെന്നും കൂടാതെ ധാരാളം സ്ത്രീകൾ അദ്ദേഹത്തിന്റെ ഇരകളാണ് എന്നും യശസ്വിനി ഗൗഡ പറഞ്ഞു. 2026 ജനുവരി മുതൽ തനിക്കെതിരെ പീഡനം വർദ്ധിച്ചു വരികയാണ്. ഇൻസ്പെക്ടറിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതിനു ശേഷവും വ്യത്യസ്ത മൊബൈൽ ഫോൺ നമ്പറുകളിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു എന്നും യശസ്വിനി ഗൗഡ ആരോപിച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ഭാര്യയ്ക്ക് ബന്ധമുള്ളതിനാൽ ആർക്കും തനിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലെന്ന് ഇൻസ്പെക്ടർ അവകാശപ്പെടുന്നതായി യശസ്വിനി മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻപ് നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ലെന്ന കാര്യം യശസ്വിനി ഗൗഡ ആരോപിച്ചു. ബംഗളൂരു സിറ്റി പോലീസ് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകുന്നില്ലെങ്കിലും കേസ് പ്രാഥമിക അന്വേഷണത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗൗഡയുടെ അഭിഭാഷകൻ സന്ദേശങ്ങളിൽ ഇൻസ്പെക്ടർ ഡിയർ, ഡാർലിംഗ്, യശു പോലുള്ള വ്യക്തിപരമായ പേരുകൾ ഉപയോഗിച്ചുവെന്നും ഇത് പ്രൊഫഷണൽ പരിമിതികളെ ലംഘിക്കുന്ന പ്രവൃത്തിയാണെന്നും ചൂണ്ടിക്കാട്ടി. യശസ്വിനിക്ക് സന്ദേശം അയക്കുമ്പോൾ ഇൻസ്പെക്ടർ, പ്രിയ, യശു തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചുവെന്ന് അഭിഭാഷകൻ നരേഷ് പറഞ്ഞു. പോലീസ് സേനയിൽ ഇത്തരം പെരുമാറ്റം എങ്ങനെ സഹിക്കാൻ കഴിയുമെന്നും ശക്തമായൊരു സ്ത്രീക്ക് ഇത് അനുഭവിക്കാമെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി കൂടുതൽ മോശമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗളൂരുവിലെ കുപ്രസിദ്ധ ക്രിമിനലാണ് യശസ്വിനി ഗൗഡ. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസിലാണ് യശസ്വിനി ഗൗഡ അവസാനം അറസ്റ്റിലായത്. അന്ന് ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഗുണ്ട ആക്ടും യശസ്വിനിക്കെതിരെ ചുമത്തിയിരുന്നു.